അവതരിപ്പിക്കുന്ന ബാക്ക് ടു സ്കൂൾ പവർഡ് ബൈ ജോൺസ് അംബ്രലാസിലെ ഒരു പുതുപുത്തൻ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് ഇന്ന് ഞാൻ സിംഗു അടിച്ചു വിളിക്കാൻ എത്തിയിരിക്കുന്നത് എടപ്പള്ളി അമൃത വിദ്യാലയം സ്കൂളിലാണ്. ഈ സ്കൂളിനെ പറ്റി കൂടുതൽ പറയുന്നുണ്ടെങ്കിൽ 24 വർഷമായി ഈ സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിട്ടാണ്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ വരുന്നത് കേട്ടിട്ട് ഭയങ്കര ഹാപ്പിയാണ് പിള്ളേരെല്ലാവരും. അപ്പോൾ സിംഗു നമുക്കൊരു കാണാൻ പോയാലോ? സിംഗുക്ക് ഡബിൾ ഓക്കെയാണ്. ബാ സിംഗു. അപ്പൊ എന്തായാലും നമ്മൾ അമൃത വിദ്യാലയത്തിൽ നമ്മൾ അടിച്ചു വിളിക്കാൻ റെഡി ആയിട്ട് കാണാം. നിങ്ങൾ റെഡി അല്ലേ? കൊച്ചു കാണാറുണ്ടോ എല്ലാരും? എല്ലാം റെഡി അല്ലേ? യെസ്. Renault 0455 കാർബൺ പെൻസ് അവതരിപ്പിക്കുന്ന ബാക്ക് ടു സ്കൂൾ പവർഡ് ബൈ ജോൺസ് അംബ്രലാസ് പ്രോഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് അമൃതാനന്ദമയ അമ്മയുടെ സ്വന്തം സ്കൂളായ അമൃത വിദ്യാലയത്തിലാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഒത്തിരി ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ എന്തായാലും ഇവർ ഫസ്റ്റ് പ്രോഗ്രാം ചെയ്യാൻ റെഡി ആയിട്ടിരിക്കണം. അപ്പോൾ എന്തായാലും നമുക്കൊരു കൊച്ചുകുട്ടി നമുക്ക് വേദങ്ങൾ ചൊല്ലിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ കുട്ടീനെ കൂടുതൽ പരിചയപ്പെടാം. മോൻ്റെ പേരെന്താ? നവനീത്. നവനീത് ഏത് ക്ലാസ്സിലാണ്? 3ാം ക്ലാസ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനുണ്ട് ഒരു 2 പേര് ചൊല്ലാമോ? ഓം അഗ്നിമീളെ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം ഹോതാരം രത്നധാതമം ഓം സനഃ പിതേവ സൂനവേ അഗ്നേ സൂപായനോ ഭവ സജസ്വാനഃ സ്വസ്തയേ ഓം സ്വസ്തി नो मिमीतामश्विना भगः स्वस्ति देव्यदिदिरणर्वणः स्वस्ति पूषा असुरो ददातुनः स्वस्ति द्यावा पृथिवी सुचेतुना ॐ स्वस्तये वायुमुपब्रवामहै सोमं स्वस्ति भुवनस्य यस्पतिः बृहस्पतिं सर्वगणं स्वस्तये स्वस्तय आदित्यासो भवन्तु नः ॐ विश्वे देवानो अद्य स्वस्तये वैश्वानरो वसुरग्निः स्वस्तये देवा अवन्तुर्भवः स्वस्तये स्वस्ति नो रुद्रः पातुं हसः ओम येभ्यो माता मधुमत् पिन्नुदे पय पीयूषं द्यौरदिदिरद्रुवर्हा उद्दशुष्मां ऋषभरां स्वप्नसत्स आदित्याम् अनुमदा स्वस्तये इति स्वस्तिवाचनम्. ഓക്കെ. അപ്പോൾ എന്നാൽ ഇത്ര ചെറിയ പ്രായത്തിൽ ഇത്ര വേദം പഠിക്കുന്ന വെച്ചാൽ ചെറിയ കാര്യമൊന്നുമല്ല, ആണോ? അപ്പോൾ ഒരു നല്ല കൈയ്യടി കൊടുത്തേ. ഓക്കെ. അപ്പോൾ ഇത്ര നന്നായിട്ട് വേദം ചൊല്ലി നമുക്കൊരു സമ്മാനം കൊടുക്കണ്ടേ? എന്താ സിംഗു കൊടുത്താലോ? ഉള്ള പേരെന്താ? കൃഷ്ണേന്ദു. ഏത് ക്ലാസ്സിലാ? 5ല്. എന്താ സിംഗുവിന് വേണ്ടിയിട്ട് ചെയ്യാൻ പോകുന്ന? ഒരു ലൈറ്റ് മ്യൂസിക് ആണ്. ഓക്കെ, പാടിക്കും. സരസ്വതിയാമത്തിൽ മുരളിയിൽ നിന്നുയരും സപ്തസ്വരം കേട്ടു ഞാനുണരും ഗുരുവായൂരപ്പൻ്റെ തിരുവാകച്ചാർത്തണി മലർമേനി കണി കണ്ടു തൊഴുതു നിൽക്കും യദുകുലസ്തുതി ഗീത യമുനാ പുളിനത്തിൽ കുളി കഴിഞ്ഞോരെൻ്റെ ഹൃദയ പദ്മം യദുകുലസ്തുതി ഗീത യമുനാ പുളിനത്തിൽ കുളി കഴിഞ്ഞോരെൻ്റെ ഹൃദയ പദ്മം അർത്ഥനിമീലിത മിഴികളുമായപ്പോൾ അഷ്ടോത്തരശതം പാടി നിൽക്കും സരസ്വതിയാമത്തിൽ മുരളിയിൽ നിന്നുയരും സപ്തസ്വരം കേട്ടു ഞാനുണരും ഗുരുവായൂരപ്പൻ്റെ
തിരുവാകച്ചാർത്തണി മലർമേനി കണി കണ്ടു തൊഴുതു നിൽക്കും. അപ്പൊ എന്താണ് നമ്മുടെ കൃഷ്ണയോട് നല്ല അടിപൊളി ലൈറ്റ് മ്യൂസിക് ആണ് പാടി തന്നിരിക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അപ്പൊ സമ്മാനം കൊടുത്താലോ? Renault 045 ഫൈൻ കാർബർ പെൻ അവതരിപ്പിക്കുന്ന ബാക്ക് ടു സ്കൂൾ പവർഡ് ബൈ ജോൺസ് അമൃതയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് എടപ്പള്ളി അമൃത വിദ്യാലയം സ്കൂളിലാണ്. അപ്പോൾ എന്തായാലും എൻ്റെ കൂടെ ഒത്തിരി കൊച്ചു കൂട്ടുകാരിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവർക്ക് നമ്മൾ മാർസിപ്പിലാമി കാർട്ടൂണൊക്കെ ഇട്ട് ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും ഹാപ്പി അല്ലേ? ഓക്കെ, അപ്പോൾ ഞാൻ മാർസിപ്പിലാമിന്ന് ഒരു 2-3 ക്വസ്റ്റ്യൻ ചോദിച്ചു, നിങ്ങൾ ആൻസർ പറയില്ലേ? ഓക്കെ, അപ്പോൾ ആൻസർ പറയാൻ റെഡി ആയിട്ട് 2 കൂട്ടുകാർ നിൽക്കണ്ട്, ഓടിവാ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പരിചയപ്പെടാം. മോളുടെ പേരെന്താ? ഓക്കെ, മോളുടെയോ? അൽന. ഓക്കെ, അല്ലെങ്കിൽ നല്ല വെച്ചാണ്. നിങ്ങൾ രണ്ടുപേരും ഏത് ക്ലാസ്സിലാ? സെക്കൻഡ് ബി. ഓക്കെ, അപ്പൊ മാർസിപ്പിലാമി ഇഷ്ടാണോ? എപ്പോഴും കാണാറുണ്ടോ? ഓക്കെ, അപ്പൊ ഞാൻ മാർസിപ്പിലാമിന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച ആൻസർ പറയില്ലേ? മാർസിപ്പിലാമിന്റെ കൂടെ ഒരു കണ്ണട വെച്ചൊരു പയ്യൻ എടുക്കാറില്ലേ? അപ്പോഴുടെ പേരെന്താ? മർസു, മർസു, നീ എവിടെയാണ്? രണ്ടുപേരും കറക്റ്റ് ഉത്തരം അറിയാം. എല്ലാവരും നല്ല കഴിവ് കൊടുത്തേ. ഓക്കെ, അപ്പൊ എന്തായാലും ഉത്തരം പറഞ്ഞ സമ്മാനം തരാട്ടോ. ഇഷ്ടപ്പെട്ട സമ്മാനം? Renault 045 ഫൈൻ കാർബർ പെൻസ് അവതരിപ്പിക്കുന്ന ബാക്ക് ടു സ്കൂൾ പവർഡ് ബൈ ജോൺസ് അംബ്രലാസിൽ അടുത്തതായിട്ട് നമുക്ക് നല്ലൊരു പാട്ട് പാടിത്തരാൻ 2 കൂട്ടുകാർ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം കൂടുതൽ പരിചയപ്പെടാം. ഹായ് മോനെ, മോന്റെ പേരെന്താ? കരത്. യദു. നിങ്ങൾ എന്ത് ആക്ച്വലി ചെയ്യാൻ പോകുന്ന? ഡിവോഷണൽ സോങ്. ഏത് ക്ലാസ്സിലാണ് രണ്ടുപേരും? 2 വയസ്സാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് പാടട്ടോ. ഗണനായകായ ഗണദൈവതായ ഗണാധ്യക്ഷായ ധീമഹി ഗുണശരീരായ ഗുണമണ്ഡിതായ ഗുണേശാനായ ധീമഹി ഗുണാതീതായ ഗുണാധീശായ ഗുണപ്രവിഷ്ടായ ധീമഹി ഏകദന്തായ വക്രതുണ്ടായ ഗൗരീതനയായ ധീമഹി ഗജേശാനായ ബാലചന്ദ്രായ ശ്രീഗണേശായ ധീമഹി गानचतुराय गानप्राणाय गानान्तरात्मने गानोत्सुखाय गानमत्ताय गानोत्सुखमनसे गुरुपूजिताय गुरुदैवताय गुरुकुलस्थायिने गुरुविक्रमाय गुल्यप्रवराय गुरवे गुणगुरवे गुरुदैक्यगलक्षेत्रे गुरुधर्मसधाराध्याय गुरुपुत्रपरित्रात्रे गुरुपार्गण्डगण्डकाय गीतसाराय गीततत्त्वाय गीतगोत्राय धीमहि गूढगुल्फ्वाय गन्धमत्ताय गोजयप्रदाय धीमहि गुणातीताय गुणाधीशाय गुणप्रविष्टाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय बालचन्द्राय श्रीगणेशाय धीमहि
ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഗണനായകമായ പാട്ടൊക്കെ പാടുന്ന അടിച്ചു പൊളിച്ച് യദുവിനും ഭാരതിനും നമ്മൾ എന്തായാലും ഗിഫ്റ്റ് കൊടുക്കണ്ടേ? പാട്ടെല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഓക്കെ, അപ്പൊ ഇതാ. ഇതിന്റെ ഉള്ളിൽ എന്താണ് വെച്ചിരിക്കുന്നത്? പച്ച കളറിലുള്ളത് ലിസി ജ്യൂസ്, കറുപ്പ് കളറിലുള്ളത് കാർബണസിലേറ്റർ ആണ്, മഞ്ഞ കളറിലുള്ളത് കർപ്പൂസ് ജാം. ഈ റെസിപ്പി ഞാൻ കണ്ടുപിടിച്ചത് ഇദ്ദേഹത്തിന്റെ സഹായത്തോടു കൂടിയാണ്. ഇത് കാണുമ്പോ തന്നെ എനിക്ക് തോന്നുന്നത് വളരെ നന്നായിരിക്കുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ 2 കൂട്ടുകാർ വന്ന് പ്രൈസ് ഒക്കെ വാങ്ങിയിട്ട് പോയി. നമുക്കിനി അടുത്ത 2 പേരെ വിളിക്കാം. ഓടിവാ, നമുക്ക് ഇവരെ കൂടുതലായിട്ടൊന്ന് പരിചയപ്പെടാം. മോന്റെ പേരെന്താ? അശ്വിനുണ്ണി കൃഷ്ണ. ഏത് ക്ലാസ്സിലാ? 6th B. ഓക്കെ, മോന്റെ പേരോ? ആദിശങ്കർ. ആദിശങ്കർ. ഏത് ക്ലാസ്സിലാ? 2ല്. ഓക്കെ, അപ്പൊ ഞാൻ 2 പേരുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ആൻസർ പറയണം. ഓക്കെ, ഹെക്ടറിന്റെ കൂടെ ഒരു ആന്റി നടക്കാറില്ലേ? ആ ആന്റിനെ ഹെക്ടർ എന്താ വിളിക്കാറ്? ആന്റിയാൻ. ഓക്കെ, അപ്പൊ കറക്റ്റ് ആണോ ആൻസർ? അപ്പൊ ഒരു കൈയ്യടി കൊടുത്തേ. Thank you for the TV. Renault 045 ഫൈൻ കവർ പെൻസ് അവതരിപ്പിക്കുന്ന ബാക്ക് ടു സ്കൂൾ പവർഡ് ബൈ ജോൺസ് അംബ്രലാസിൽ അടുത്തതായിട്ട് നമുക്ക് വേണ്ടി പ്രോഗ്രാം ചെയ്യാൻ വന്നിരിക്കുന്ന ആളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഹായ്, പേരെന്താ? നിവേദിത. നിവേദിത. ഏത് ക്ലാസ്സിലാ? 8ല്. ഓക്കെ, അപ്പൊ നമ്മുടെ സിംഗിളിന്റെ ഏത് പ്രോഗ്രാം ചെയ്യാൻ പോകുന്ന? ഞാനൊരു സ്പീച്ചാണ്. സ്പീച്ച് തരാമാണ്. ഓക്കെ, കാര്യം. നിങ്ങൾ എന്തെങ്കിലും ഒരു വൃക്ഷത്തിന്റെ മനോവേദനകളെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ശീതം നിറഞ്ഞ കാറ്റിൽ ചാഞ്ചാടിയും മാനവരാശിക്ക് വായു നൽകി സംരക്ഷിക്കുന്ന ഒരു വൃക്ഷത്തെ പറ്റി. വളരുന്ന ഓരോ നിമിഷവും താൻ വായു നൽകി സംരക്ഷിക്കുന്ന അതേ മാനവരാശിയാൽ വധിക്കപ്പെടേണ്ട ഒരു വൃക്ഷത്തിനെ പറ്റി നാം ആലോചിക്കാൻ സമയമായിരിക്കുന്നു. കാരണം ഈ വൃക്ഷങ്ങളില്ലെങ്കിൽ പിന്നെ നമ്മളുമില്ല. ഒരു മരം കൊള്ളുന്ന വെയിലാണ് തണൽ. സൂര്യൻ കത്തിജ്വലിക്കുന്ന സമയങ്ങളിൽ ഒരു തണലിനായി നമ്മൾ പലപ്പോഴും മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കാറുണ്ട്. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ആ മരങ്ങളോട് ഒരു നന്ദി പോലുമില്ലാതെ നമ്മൾ പോകാറുമുണ്ട്. എന്നാൽ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, നമ്മൾക്ക് തണല് ലഭിക്കണമെങ്കിൽ ആ മരം നിന്ന് വെയിൽ കൊള്ളണം. പലതും സഹിച്ചും സ്നേഹിച്ചുമാണ് മരങ്ങൾ നമുക്ക് പലതും നൽകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ മരങ്ങളെ സ്നേഹിക്കാൻ പഠിക്കണം. ഒരു ഹരിതസുന്ദര ഭാരതത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. വൃക്ഷസ്നേഹികളായ ഒരു കൂട്ടം ജനതയ്ക്കായി നമുക്ക് പ്രവർത്തിക്കാം, ആശിക്കാം. നന്ദി. ഓക്കെ, അപ്പൊ എന്തായാലും വൃക്ഷങ്ങളെ പറ്റി പറഞ്ഞ സ്പീച്ച് നല്ല അടിപൊളിയായിരുന്നു. കൺഗ്രാറ്റുലേഷൻസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? നമുക്ക് ഗിഫ്റ്റ് കൊടുത്താലോ? യെസ്. ഓക്കെ, അപ്പൊ എന്തായാലും മാർസുപ്പിലാമി കണ്ട് ബൈഹാർട്ട് ആക്കിയ കുട്ടികളാണ് എല്ലാരും. അടുത്ത 2 പേരെ വിളിക്കാം. ഓടിവാ. ഓക്കെ, 2 പേര് നല്ല ചെറിയ പുഞ്ചിരിയൊക്കെ ആയിട്ട് എനിക്ക് തന്നതാ. പിന്നെ നമുക്ക് 2 പേരും പരിചയപ്പെടാം. മോളുടെ പേരെന്താ? ഗായത്രി അജിത്. ഗായത്രി. നേഹ. 2 പേര് ഏത് ക്ലാസ്സിലാ? 6th B. 2 പേരും. ഓക്കെ, അപ്പൊ മാർസുപ്പിലാമിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. മാർസുപ്പിലാമിനെ പിടിക്കാനായിട്ട് 2 ആൾക്കാർ നടക്കാറില്ലേ? കാട് നശിപ്പിച്ചും അങ്ങനെ കുറെ പരിപാടിയായിട്ട്. ആ 2 പേരുടെ പേരെന്താ? ബ്ലൂ പ്രിന്റ് ആൻഡ് സ്റ്റോയി. 2 പേര് ഇങ്ങനെ ആൻസർ പറഞ്ഞ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കണോ? ഓക്കെ, അപ്പൊ ഇതിന് സമ്മാനം വേണ്ട. അപ്പൊ ഈ പ്രയത്നം കൊണ്ടാണോ ഐവിയും കൊളംബിയയും കീഴടക്കാൻ കഴിയുന്നത്? എന്താണ് പറയൂ? അതെ മേഡം, അവരുടെ കയ്യിലിരിക്കുന്ന ഈ സ്ഥലം നമ്മൾ പിടിച്ചെടുക്കുകയാണെങ്കിൽ ഇതാ ഇതുപോലെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. എന്തു പറയുന്നു? അവിടെയുള്ളവരാണോ പ്രശ്നമായിട്ടുള്ളത്? ഈ പ്രശ്നം തീർക്കാൻ വേറെ വഴിയില്ലേ? എങ്കിൽ എല്ലാവരെയും നശിപ്പിക്കണം. മനസ്സിലായോ ഞാൻ പറയുന്നത്? മനസ്സിലായി. യെസ് സർ. അതായത് യെസ് മാഡം. ബ്ലൂ പ്രിന്റ് എനിക്ക് ഇപ്പൊ തന്നെ ഒരു മിഷൻ വേണം. ഓസ്ട്രോൾ അത് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യണം. എനിക്ക് അങ്ങനത്തെ മിഷനാണ് ആവശ്യം. എത്രയും പെട്ടെന്ന് ആവട്ടെ. ക്ഷമിക്കണ്ട മാഡം, റോഡ് പണിയാനുള്ള 20,000 ടൺ ടാർ എന്റെ കയ്യിലുണ്ട്. നമുക്കൊരു പ്രശ്നമുണ്ടെന്നേ.
ചോപ്പർ കിട്ടാൻ യാതൊരു സാധ്യതയില്ല. അതുകൊണ്ട് എനിക്ക് ആവശ്യമുള്ള എക്സ്പ്ലോസീവ് ശരിക്കും കിട്ടില്ല. അതുകൊണ്ട് ട്രക്ക് എടുത്തുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. പോയാലല്ലേ അത് തകർക്കാൻ പറ്റൂ. അപ്പൊ എന്തായാലും കറക്റ്റ് ആൻസർ പറഞ്ഞേന് ഇതാ ഗിഫ്റ്റ്. പിടിച്ചോ. എല്ലാരും നല്ലൊരു കൈയ്യോട് കൊടുത്തേ. കൊച്ചു ടി വി കാണുന്ന ഇഷ്ടമാണോ? ഏറ്റവും ഇഷ്ടപ്പെട്ട കാർട്ടൂൺ ഏതാ? മാർസുപ്പിലാമി. ഓക്കെ, അതുകൊണ്ടാണ് മാർസുപ്പിലാമി ചോദിച്ചുകൊണ്ട് കറക്റ്റ് ആൻസർ പറഞ്ഞത്. ഓക്കെ, അപ്പൊ കൊച്ചിക്ക് ഒരു താങ്ക് യു പറഞ്ഞേ. റെനോൾഡ് 045 ഫൈൻ കാബ പെൻസ് അവതരിപ്പിക്കുന്ന ബാക്ക് ടു സ്കൂൾ പവർഡ് ബൈ ജോൺസ് അംബ്രലാസിൽ അടുത്തതായിട്ട് നമുക്കൊരു സുന്ദരിക്കുട്ടി പാട്ട് പാടിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ലൈറ്റ് മ്യൂസിക്. ആരാ പഠിപ്പിച്ചത്? എൻ്റെ മദറാണ്. മോളുടെ പേരെന്താ? അനീറ്റ ജേക്കബ്. അനീറ്റ. ഏത് ക്ലാസ്സിലാ? 6th standard. ഓക്കെ, അപ്പൊ പഠിക്കും. ഓടക്കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ. ഓടക്കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ. ആടിയ ദിവ്യാനുരാഗിലമാം രസ ക്രീഡാകഥയിലെ നായികെ ഈയോടക്കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ. ലജ്ജാവിവശേ നിന്മനം കലങ്ങാൻ ഒളിക്കണ്ണിലൂടെ കപടഭാവത്തോടെ. ലജ്ജാവിവശേ നിന്മനം കലങ്ങാൻ ഒളിക്കണ്ണിലൂടെ കപടഭാവത്തോടെ. കായാമ്പു ചാർത്തി ഓരോ പൂവിലും തേൻ വണ്ടായി മധു തേടി. അവൾ തേൻ വണ്ടായി മധു തേടി. ഈയോടക്കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ. എല്ലാവർക്കും പാട്ട് ഇഷ്ടപ്പെട്ടില്ലേ? നല്ല കൈയ്യടി കൊടുത്തേ. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ലൈറ്റ് മ്യൂസിക് പാടിക്കൊടുത്തതിന് ഒരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ? കൊടുത്താലോ? റെനോൾഡ് 045 ഫൈൻ കാബ പെൻസ് അവതരിപ്പിക്കുന്ന ബാക്ക് ടു സ്കൂൾ പവർഡ് ബൈ ജോൺസ് അംബ്രലയിൽ നെക്സ്റ്റ് രണ്ട് ചുണക്കുട്ടികൾ വന്നിട്ട് എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കും. ഞാനിപ്പോൾ തന്നെ ഉത്തരം തരാമെന്നുണ്ട്. രണ്ടുപേരും വന്നിട്ടുണ്ട്. ചേച്ചി എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഷോക്ക് അടിച്ച പോലെ രണ്ടുപേരും വന്ന് എൻ്റെ അടുത്ത് നിന്നത്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടാ? ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. മാർസുപ്പിലാമിക്ക് 3 കുട്ടികളാണ് ഉള്ളത്. ആണല്ലോ? ആണോ? അതിൽ 3 കുട്ടികളിൽ ഒരു കുട്ടിയുടെ നിറം മാത്രം ഡിഫറെൻ്റ് ആണ്. അത് ഏത് കളറാണ്? കറുപ്പ്. ബ്ലാക്ക്. 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 ഉറപ്പാണോ? ഉറപ്പാണോ? അല്ല, നല്ല കൈയ്യടി കൊടുത്ത് കറക്റ്റ് ആൻസറാ. അപ്പൊ സമ്മാനം വേണ്ടേ? വേണോ? വേണ്ട. സമ്മാനം ഞാൻ തരാം, എന്തായാലും തരാം. മോന്റെ പേരെന്താ? നന്ദകിഷോർ. ജിതിൻ കൃഷ്ണ. രണ്ടുപേരും ഏത് ക്ലാസ്സിലാ? 2 അപ്പൊ എന്തായാലും കൺഗ്രാറ്റുലേഷൻസ് ട്ടോ. ഇനി പ്രശ്നമൊന്നുമില്ലല്ലോ? സന്തോഷമായില്ലേ? താങ്ക് യു കൊച്ചു ടി വി.
ഇങ്ങോട്ട് നോക്ക്. നിങ്ങൾ സഹായിക്കുന്നു എന്ന പേരിൽ എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? എന്നോട് ക്ഷമിക്കണേ. Renault 0455 Carver Pens അവതരിപ്പിക്കുന്ന ബാക്ക് ടു സ്കൂൾ പവർഡ് ബൈ ജോൺസ് അംബ്രലാസിൽ അടുത്തതായിട്ട് ഒരു സുന്ദരി കൂടെ നമുക്കൊരു പാട്ട് പാടിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് പാട്ടാണോ പാടുന്നത്? ഓക്കെ. ഏത് ക്ലാസ്സിലെ മോള്? 2. പേരെന്താ? നീരജ. ഓക്കെ, പാടിക്കോ. ജയ ജഗദീശ ഹരേ കൃഷ്ണ ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ കൃഷ്ണ ജയ ജഗദീശ ഹരേ ജയ ഗുരുമാരുത മന്ദിരനാഥ ജയ ജഗദീശ ഹരേ കൃഷ്ണ ജയ ജഗദീശ ഹരേ കിങ്കിണി പദകമല കൃഷ്ണ കങ്കണ കരയുഗളം കിങ്കിണി പദകമല കൃഷ്ണ കങ്കണ കരയുഗളം കുങ്കുമ പങ്കില വാർഷക സ്ഥലവർ കുബലഗദള നീല കൃഷ്ണ ജയ ജഗദീശ ഹരേ ഗോവർദ്ധന ധരണ കൃഷ്ണ ഗോപി ജനരമണ ഗോവർദ്ധന ധരണ കൃഷ്ണ ഗോപി ജനരമണ കോമള പല്ലവ സുന്ദര ചരണ കോകില മധുവജന കൃഷ്ണ ജയ ജഗദീശ ഹരേ കൃഷ്ണ ജയ ജഗദീശ ഹരേ. ഓക്കെ, അപ്പൊ നീരജ കുട്ടി ഭജന അടിപൊളിയായിരുന്നു കേട്ടോ. നന്നായിട്ട് പാടി. ഇഷ്ടപ്പെട്ടില്ല എല്ലാവർക്കും? അപ്പൊ ഇതാക്കി Renault 0455 Carver Pens അവതരിപ്പിക്കുന്ന ബാക്ക് ടു സ്കൂൾ പവർഡ് ബൈ ജോൺസ് അംബ്രലയിൽ. എന്തായാലും നമ്മളിപ്പോൾ മാർസുപ്പിലാമിയുടെ കാർട്ടൂണൊക്കെ കണ്ട് ഭയങ്കര ഹാപ്പിയാണ്. കുട്ടികളെല്ലാവരും ഹാപ്പി അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആൻസർ പറയാനുള്ള ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് 2 കുട്ടികൾ വന്നിട്ടുണ്ട്. എന്തായാലും ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. മാർസുപ്പിലാമിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ? ഹെക്ടർ. ക്വസ്റ്റ്യൻ അതല്ല, ഹെക്ടർ താമസിക്കുന്നത് എവിടെയാണ്? ട്രീ ഹൗസിലാണ് ട്രീ ഹൗസ്. ഉറപ്പാണോ? എല്ലാവർക്കും ഉറപ്പാണോ? ഒരു കൈയ്യടി എടുത്തേ. ഓക്കെ, കറക്റ്റ് ആൻസർ ആട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ സമ്മാനം തന്നിരിക്കും. Renault 0455 Carver Pens അവതരിപ്പിക്കുന്ന ബാക്ക് ടു സ്കൂൾ പവർഡ് ബൈ ജോൺസ് അംബ്രലാസിൽ അമൃത വിദ്യാർത്ഥിയാണ് ഞാനിപ്പോൾ. അപ്പോൾ ഇതിൽ അടുത്ത ചുണക്കുട്ടി വന്നിട്ടുണ്ട്. നമുക്ക് പാട്ട് പാടിത്തരാം. ഏത് പാട്ടാ പാടുന്നത്? ഫിലിം സോങ്. ഏത് പാട്ടാ? സമയമേതപൂർവ്വസായം. ഓക്കെ, ഈ പാട്ട് പാടുന്ന ഗായകന്റെ പേരെന്താ? യേശുദാസ്. ഓക്കെ, മോന്റെ പേരോ? യദു. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ? തുടങ്ങിയാലോ? പാടിക്കോ. ഇത് സമയമിത പൂർവസായാനം അമൃതം ശിവമയ സംഗീതം ഹരിപദമനാദി സോപാനം അനഘ സുകൃതമീശ്വര ഹൃദയം എന്നന്തരാത്മാവിൽ നിന്നാത്മസല്ലാപം ഈ ജന്മം സമ്പൂർണം ദേവി സമയമിത പൂർവസായാനം അമൃതം ശിവമയ സംഗീതം ഹരിപദമനാദി സോപാനം അനഘ സുകൃതമീശ്വര ഹൃദയം തവ മൃദുസ്മേര സിന്ദൂരം ഉഷകാല സന്ധ്യാരാഗം സപ്തസാഗരോദ്ഭവൻ നിൻ യോഗവൈഭവം നിത്യസുന്ദരീ പശ്യമോഹിനി ലയോധരമീ പദചലനം ആനന്ദനം താനന്ദനം
സംപൂർണം പ്രണവമന്ത്രണം രിമഗരി സാനിധ പമ സാ ജനുദ ജപ സനിധ ദഗദരിദ ജം രിഗമദഗ ജം മഗരി സ തകിട പ സത്തഗരി നിഗമ തരിനിധ സാഗ തഗദരിദ ജം പാസ പരിനി സതോം ദഗ ജനുദ പാദുനു ദരിനിധ പമ സഗരിദ ജം സഗമഗമ പ ജനുദ ദിമി സഗ്ഗ തകിടതോം സനിധമ തകിടതോം സമയമിത പൂർവസായാനം അമൃതം ശിവമയ സംഗീതം ഹരിപദമനാദി സോപാനം അനഘ സുകൃതമീശ്വര ഹൃദയം. ഓക്കെ, അപ്പൊ നമ്മുടെ ദാസേട്ടൻ പാടി തകർത്തൊരു പാട്ടാണ് ഇത്. ഇവിടെ ഒരു പ്രയാസം ഇല്ലാണ്ട് പാടി അടിപൊളിയാക്കിയത്. ഇഷ്ടപ്പെട്ടില്ല എല്ലാവർക്കും? ഓക്കെ, അപ്പൊ ഗിഫ്റ്റ് കൊടുക്കാം. എല്ലാവരും നല്ല കൈയ്യെടുത്തേ. Renault 0455 ഫൈൻ കാബ പെൻസ് അവതരിപ്പിക്കുന്ന ബാക്ക് ടു സ്കൂൾ പവർഡ് ബൈ ജോൺസ് അംബ്രലാസ്. അടുത്തതായി നമുക്ക് പ്രോഗ്രാം ചെയ്യുന്ന ഒരു സുന്ദരിക്കുട്ടി വന്നിട്ടുണ്ട്. നമുക്ക് ആ സുന്ദരിക്കുട്ടിനെ കൂടുതൽ പരിചയപ്പെടാം. ഹായ് മോളെ. ഹലോ, പേരെന്താ? പാർവതി. പാർവതി ഏത് ക്ലാസ്സിലാ? 6th. എന്താ പ്രോഗ്രാം ചെയ്യാൻ പോകുന്ന? ഞാൻ പാട്ട് പാടും. പാട്ട് പാടും. ഏത് പാട്ട് പാടും? ഫിലിം സോങ്. ഏത് ഫിലിം? ബ്യൂട്ടിഫുൾസ്. ബ്യൂട്ടിഫുൾ. ഏത് പാട്ട്? മഴനീർ തുള്ളികൾ. ഓക്കെ, ആരെ പഠിപ്പിച്ചത്? തനിയെ പഠിച്ചതാണോ? എൻ്റെ വലിയമ്മ പഠിപ്പിച്ചു. വലിയമ്മ പഠിപ്പിച്ചെന്നാ? ഓക്കെ, പാടിക്കോ. മഴനീർ തുള്ളികൾ നിൻ തനുനീർമുത്തുകൾ തണുവായി പെയ്തിടും കനവായി തോർന്നിടും വെൺശങ്കിലെ ലയഗാന്ധർവമായി ഞാൻ നിന്റെ സാരംഗിയിൽ ഇതറിടും നാണത്തിൻ തേൻ തുള്ളിയായി കതിരിടും മോഹത്തിൻ പൊന്നോളമായി മഴനീർത്തുള്ളികൾ നിൻ തനുനീർമുത്തുകൾ തണുവായി പെയ്തിടും കനവായി തോർന്നിടും രാമേഘം പോൽ വിൻതാരം പോൽ ഞാൻ നിന്റെ അകലെ നിൽപ്പൂ ശ്രീരാഗമായി നിൻ ചുണ്ടിലെ സന്ധ്യയിൽ അലിഞ്ഞിടാം വിരിയും ചന്ദ്രലേഖയെന്തിനോ കാത്തു നിന്നോർത്തുവോ മഴനീർത്തുള്ളികൾ നിൻ തനുനീർമുത്തുകൾ തണുവായി പെയ്തിടും കനവായി തോർന്നിടും വെൺശങ്കിലെ ലയഗാന്ധർവമായി ഞാൻ നിന്റെ സാരംഗിയിൽ ഇതളിടും നാണത്തിൻ തേൻ തുള്ളിയായി കതിരിടും മോഹത്തിൻ പൊന്നോളമായി മഴനീർത്തുള്ളികൾ നിൻ തനുനീർമുത്തുകൾ തണുവായി പെയ്തിടും കനവായി തോർന്നിടും. അപ്പൊ എന്തായാലും അടിപൊളി പാട്ടായിരുന്നു കേട്ടോ. ആർക്കൊക്കെ ഇഷ്ടപ്പെടുന്നു കൈ പൊക്കിക്കേ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പൊ എല്ലാവരും നല്ലൊരു കൈ കൊടുത്തേ. നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുത്താലോ? ഇതാ പിടിച്ചു. Renault 0455 കവർ പെൻസ് അവതരിപ്പിക്കുന്ന ബാക്ക് ടു സ്കൂൾ പവർഡ് ബൈ ജോൺസ് അംബ്രലാസിന്. അടുത്തതായിട്ട് അമൃത വിദ്യാലയത്തിലെ ചുണക്കൂട്ടൻ നമുക്ക് വയലിൻ വായിച്ചു തരാൻ നേരിട്ടുണ്ട്. നമുക്ക് ആ ചുണക്കൂട്ടിനെ കൂടുതലായിട്ട് പരിചയപ്പെടാം. ഹായ് മോനെ. ഹായ്. പേരെന്താ? ദേവനാരായൺ. ദേവനാരായൺ. എത്ര ക്ലാസ്സിലാണ്? 6th. എത്ര നാളെ വയലിൻ പഠിക്കുന്നു? 2 വർഷം. 2 വർഷം അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് വയലിൻ കേട്ടാലോ? തുടങ്ങിക്കോ.
ഓക്കെ, അപ്പൊ 6th-ലാണെന്നല്ലേ പറഞ്ഞ? 2 വർഷമായിട്ട് ഇത്ര അടിപൊളിയായിട്ട് ചെയ്യാൻ പഠിച്ചല്ലേ? ഹാറ്റ്സ് ഓഫ് മോനെ, ഹാറ്റ്സ് ഓഫ്. എല്ലാവരും നല്ലൊരു കൈയ്യടി കൊടുത്തേ. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും സമ്മാനം കൊടുക്കണ്ടേ? Renault 0455 Carver Pens അവതരിപ്പിക്കുന്ന ബാക്ക് ടു സ്കൂൾ പവർഡ് ബൈ ജോൺസ് അംബ്രല്ലാസിൽ അടുത്തതായിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഒരു ഗ്യാങ് തന്നെ വന്നിട്ടുള്ള പ്രോഗ്രാം ചെയ്യാം. നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? മൈം. എല്ലാവരും കൂടിയിട്ട് മൈം ചെയ്ത് തകർക്കാൻ പോവാണോ? തകർക്കോ അതോ നമ്മുടെ കൂട്ടുകാരിൽ നിന്ന് കൂവല് വാങ്ങോ? തകർക്കും. ഉറപ്പാണോ? പ്രോമിസ്? പ്രോമിസ്? പ്രോമിസ്.
പാലിച്ചു. അടിപൊളിയായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങക്ക് ഈ മൈമാനെ പഠിപ്പിച്ചു തന്നാ? തന്നെ പഠിച്ചാണ്. അപ്പൊ അതിനും കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ സിംഗു നമുക്ക് ഗിഫ്റ്റ് കൊടുത്താലോ? സിംഗുനും ഡബിൾ ഓക്കെയാണ്. ഓക്കെ. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ഗിഫ്റ്റ് കിട്ടിയ സന്തോഷമായോ? ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. Renault 045 ഫൈൻ കാർബൺ പെൻസ് അവതരിപ്പിക്കുന്ന ബാക്ക് ടു സ്കൂൾ പവർഡ് ബൈ ജോൺസ് അംബ്രല്ലാസിന്റെ ഈ എപ്പിസോഡ് എന്തായാലും ഇവിടെ പൂർണ്ണമാവുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഒത്തിരി പ്രോഗ്രാംസ് കണ്ടു. എന്തായാലും താങ്ക് യു അമൃത സ്കൂൾ. എന്തായാലും നാളെ അടുത്ത സ്കൂളിൽ എത്തുന്നവരെ എല്ലാ കൊച്ചുകാർക്കും ബൈ.